കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നുണ്ണിക്കണ്ണൻ നല്ല സന്തോഷത്തിലാണെന്ന്. എല്ലാ ദിവസവും ഇപ്പോൾ കാഴ്ചശിവേലിയൊക്കെ ആയിട്ട് ആനപ്പുറത്ത് ഇരുന്നിട്ടും ഇങ്ങനെ മേളം കേട്ടിട്ടൊക്കെ നല്ല സന്തോഷത്തിലാണ് പൊന്നുണ്ണിക്കണ്ണൻ. ഏകാശിവിളക്ക് തുടങ്ങിയതല്ലേ, അത് കാരണം എല്ലാ ദിവസവും അധിക ദിവസങ്ങളും ഇപ്പോൾ കാഴ്ചശിവേലി ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷത്തിൽ പൊന്നുണ്ണിക്കണ്ണൻ സന്തോഷമായിട്ടാണ് ശ്രീലകത്ത് ഇരിക്കണത് തന്നെ. അതൊന്ന് ശ്രീലകത്ത് ഇരിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പൊന്നുംപടിയുമിൽ ഒരു ഊഞ്ഞാൽപ്പടി സ്വർണ്ണത്തിൻ്റെ കളറിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് കസവിൻ്റെ അങ്ങനെ ഒട്ടിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അതിന് മുകളിൽ പൊന്നുണ്ണിക്കണ്ണൻ അങ്ങനെ ഇരിക്കുകയാണ്. രണ്ട് കാലും ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. തൂക്കിയിട്ട രണ്ട് കാലുമിൽ അതാ പൊൻതളകൾ കാണാം, നല്ല വീതിയുള്ള പൊൻതളകൾ. ഇതാ പട്ടുകോണം കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കണ്ട. കിങ്ങിണി അത് നല്ല കൗതുകണ്ട് കാണാം, നല്ല വീതിയിൽ. കിങ്ങിണിയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ നാടൻ വള്ളി വെള്ളി പോലെ രണ്ട് തുടർ ഭാഗത്തേക്ക് ഇങ്ങനെ നല്ല രസമായിട്ട് കസവിൻ്റെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഒക്കെ നല്ല കൗതുകണ്ട് കാണാൻ. എല്ലാം തിളങ്ങണമുണ്ട് നെയ്വിളക്കിൻ്റെ ശോഭയിൽ. അകത്തേക്ക് നോക്കി ആകെ ഒരു തിളക്കാം. നല്ല ഭംഗിയാണ് ചാർത്തിയത് കാണാൻ. അരയിലെ ഓടക്കൊള്ളിൽ തിരികെ വെച്ചിട്ടുണ്ട് കിങ്ങിണീൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിയാ ശ്രീലകത്തിരിക്കുന്നത് കേട്ടോ. നല്ല പാകത്തിന് തടികൾ, നല്ല മിടുമിടുക്കൻ തന്നെ പറയാം. അങ്ങനെ തന്നെ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല, രണ്ടിൻ്റെ നടുവിൽ ഒരു സ്വർണ്ണത്തിലകം വെച്ചിട്ടുണ്ട്. അതും നെയ്വിളക്കിൻ്റെ ശോഭയിൽ തിളങ്ങി. ഈ കസവിൻ്റെ ഒക്കെ ഒട്ടിച്ചതും തളകളും ഇങ്ങനെയൊക്കെ തിളങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ മാറിലെ മാല, പിന്നെ തിലകം എല്ലാം തിളങ്ങിക്കൊണ്ടായിരിക്കണത്. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിട്ടുണ്ട്. അതും നല്ല വീതിയുള്ള പട്ടോണ്ടൊക്കെയാണ് ഒട്ടിച്ച് നല്ല കൈവളകൾ, തോൾവളകളൊക്കെ കേട്ടോ. രണ്ട് കൈയോട് കൂടി ഊഞ്ഞാലുവടി മുറുകെ പിടിച്ചിട്ടുണ്ട്. ഇത് രണ്ടര വയസ്സായുള്ള ഒരു മിടുമിടുക്കനൊരു ഉണ്ണി ഊഞ്ഞാലുമേലിരുന്ന് ഇങ്ങനെ ആടുക. നമുക്ക് ആ ഉണ്ണിക്കണ്ണനെ മനസ്സിലിരുത്തി നമുക്കും എല്ലാം ആട്ടിക്കൊടുക്കാം. അത്ര രസമുണ്ട് കാണാൻ, അത്ര സന്തോഷം. അകത്തേക്ക് നോക്കിയാൽ ആകെ തിളക്കാം ഈ നെയ്വിളക്കിൻ്റെ ശോഭയിൽ. ഉണ്ണിക്കണ്ണൻ അതിനാളും ഗംഭീരമായിട്ട് പുഞ്ചിരി തൂക്കുന്നുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമേൽ സ്വർണ്ണഗോപി, അതും തിളങ്ങുന്നുണ്ട്. ആകെ തിളക്കമായ ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല രസമാണ് കാണാം കേട്ടോ. കണ്ടാൽ തന്നെ മനസ്സങ്ങോട്ട് നിറയും. അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ. നല്ല പുഞ്ചിരിയോട് കൂടി രണ്ട് കൈ കൊണ്ട് ഊഞ്ഞാൽ വള്ളിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. പൊന്നങ്കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിന് നമ്മൾ 2-3 തിരുമുടി മാലകൾ, ഒന്ന് തെച്ചിയും തുളസിയും വെളുത്തപ്പൂവായിട്ടുള്ളതൊന്ന്, ഒന്ന് വെളുത്തപ്പൂവും തെച്ചിയായിട്ടുള്ളതൊന്ന്, ഒന്ന് തെച്ചി മാത്രമായിട്ട്, അങ്ങനെ 3 തിരുമുടി മാലകൾ. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല. ആ ഉണ്ടമാല ഇങ്ങനെ തെച്ചി തുളസി വെളുത്തപ്പൂ ഇങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയുണ്ടാവും ഉണ്ടമാല കാണാൻ. തടിച്ചുരുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ നടുവിലാവും ഞാൻ ഇരുന്നിങ്ങനെ ഉണ്ണിക്കണ്ണൻ ആടുന്നത്. നമുക്ക് മെല്ലെ ഇങ്ങനെ ആട്ടിക്കൊടുക്കാം. നമ്മുടെ ഉണ്ണിക്കണ്ണനല്ലേ, ആ 2-2.5 വയസ്സായ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ആ ഊഞ്ഞാലും ഇരിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു കൗതുകം അറിയോ. നമ്മളൊക്കെ മയക്കണ പുഞ്ചിരി, അത്ര രസമാണ്. നല്ല പുഞ്ചിരി തൂക്കിക്കൊണ്ട് നല്ല ഭംഗിയുണ്ട് കളഭാലങ്കാരം കാണാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണം. അതുപോലെ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ, എല്ലാം കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ട് മാത്രമായിട്ടുള്ള ഒരു 5-6 ഉണ്ടമാലകൾ അത് വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ആ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവ് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ഊഞ്ഞാലുമേലിങ്ങനെ ഇരുന്ന് മെല്ലെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. നാരായണീയം ദശകം 95 ശ്ലോകം 10 മലയാള വിവർത്തനം. ഏവം നിന്ധ്യാനയോഗ സ്ഥിരതയിലണി ആദൃഷ്ട സൽസിദ്ധിജാലം ദൂരശ്രുത്യാദിയൊന്നി ഹമികവയാ വന്നു ചേരാം മുരാരേ. നിന്നിൽ ചേരാൻ വിളംബം തരുമിവയഖിലം ആദരിക്കില്ല ഞാൻ. നീയൊന്നേ ആഗ്രഹിപ്പൂ പവനപുരപതേ. നീക്കണേ ദുഃഖമെല്ലാം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നാരായണ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ പൊന്നും പടിയുമിലിരുന്ന് ഊഞ്ഞാല് ആടിക്കൊണ്ടിരിക്കുകയാണ്. അവിടക്കുള്ള അരയിലെ തിരികിയിട്ടുണ്ട്. പിന്നെ മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ. നല്ല കൗതുക. 2 കുഞ്ഞിക്കാലുകൾ ഇങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ആ 2 കുഞ്ഞിക്കാലും മുറുകെ പിടിച്ചിട്ട് ഉറക്കാൻ നമുക്ക് നാമം ജപിക്കാം. കണ്ണനതാ നമ്മളെ നോക്കി ഇങ്ങനെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ. ഒരു ശ്രീലകത്തേക്ക് എന്ന് വെച്ചാൽ ആകെ ഒരു തിളക്കം, നല്ല സന്തോഷം, മനസ്സിന് നല്ല സന്തോഷം ഉണ്ണിക്കണ്ണനെ കണ്ടാൽ. അത്ര രസമായിട്ട് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഉറക്ക നാമം ജപിക്കല്ലേ. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 നാരായണ. ഹരേ ഹരേ.